വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ രാവിലെ മക്കളെയൊക്കെ സ്കൂളിൽ കൊണ്ടുവിട്ട് വന്ന് ലച്ചുവിനെ ഞാൻ വന്നപ്പോഴത്തേക്ക് അമ്മ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനവൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് അവളെ ഉറക്കിയിട്ട് അവളിപ്പോൾ ഉറങ്ങുകയാണ് കേട്ടോ. പിന്നെ മക്കൾ സ്കൂളിൽ നല്ല കുഴപ്പമൊന്നുമില്ല, പുതിയ സ്കൂളാണെങ്കിലും അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നല്ല കുഴപ്പമൊന്നുമില്ല, പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. അങ്ങനെ അവർക്കും സ്കൂളിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പിന്നെ രാവിലെ അവൾക്ക് ലഞ്ചൊക്കെ കൊടുത്ത് വിടണം. അപ്പോൾ രാവിലെ അതിൻ്റെ ഇത് തിരക്കായത് കാരണം, പക്ഷെ ഞാനല്ല ലഞ്ചൊന്നും ഉണ്ടാക്കുന്നത്, അമ്മയാണ്. അപ്പോൾ അമ്മ രാവിലെ എഴുന്നേറ്റ് വെഴുക്കുവരട്ടിയും ചമ്മന്തിയും മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാറും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുകൊണ്ട് തന്നെ അവർക്ക് ലഞ്ച് കൊടുത്തു വിട്ടു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ദോശയും ഗ്രീൻ പീസ് കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ചു. പിന്നെ ഞാൻ വന്നിട്ടാണ് കഴിച്ചത് ഫുഡ്. ഞാൻ വന്നിട്ട് പിന്നെ ചോറ് കഴിച്ചത്. അപ്പോൾ അവർക്ക് കൊടുത്തു വിടുന്നതിൻ്റെ ബാലൻസ് ചോറും കറികളൊക്കെ കാണും. അപ്പോൾ ഞാൻ പിന്നെ രാവിലെ ചോറ് കഴിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പോഴത്തേക്ക് എനിക്ക് ചെറുതായിട്ടൊന്ന് വിശന്നു. അപ്പോൾ ലച്ചുവിനെ ഉറക്കി കൊടുത്തിട്ട് ഞാനും ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വിശന്നപ്പോൾ ഞാൻ പിന്നെ റവ കുറച്ചുണ്ടായിരുന്നു, അതെടുത്ത് കുറുക്ക് കാച്ചാന്ന് വെച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് ലച്ചു എണ്ണീറ്റായിരുന്നു. ഞാൻ അടുത്തില്ലെങ്കിൽ അവളങ്ങനെ ഉറങ്ങില്ല കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോൾ എഴുന്നേറ്റാലും അവൾ അന്നേരം എഴുന്നേക്കും. രാവിലെയൊക്കെ മക്കളെ സ്കൂളിൽ വിടുന്ന സമയത്ത് അതുപോലെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് കൂടി അവൾ കിടക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവളങ്ങ് എഴുന്നേക്കും കേട്ടോ. പിന്നെ അവൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, പക്ഷേ ഉറക്കം വരുന്നുണ്ട്, പക്ഷെ കിടക്കാനും പറ്റില്ല, ആ ഒരു ഇതിലാണ്. പിന്നെ ഞാൻ എടുത്തുകൊണ്ട് കുറുക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ പാലൊഴിച്ചില്ല. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് കപ്പലണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കപ്പലണ്ടിയൊക്കെ ഞാൻ നെയ്ക്കകത്തൊന്ന് വറുത്തിട്ടിട്ട് ജസ്റ്റ് ചുമ്മാതെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ കപ്പലണ്ടിയൊക്കെ കഴിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ വെറുതെ കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ മടുപ്പ് തോന്നും. അതുകൊണ്ട് പിന്നെ കുറുക്കിനകത്തൊക്കെ ഇട്ട് ഞാനും അമ്മയും അങ്ങനെ കപ്പലണ്ടിയൊക്കെ ഇട്ടാണ് കേട്ടോ കഴിച്ചത്. ലച്ചുവിന് പിന്നെ ഞാൻ അല്ലാണ്ട് കുറുക്ക് മാറ്റി വെച്ചായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ ഒരു 3 പഴവും കൂടെ എടുത്തിട്ടുണ്ട്. ഞാലിപ്പൂവൻ പഴമാണ് കേട്ടോ. അതാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നുവിട്ട പുനലൂരിൽ ഞാൻ പോയിട്ട് വന്നപ്പോൾ അവിടുന്ന് തന്നുവിട്ട കൊലയാണ് കേട്ടോ. അപ്പോൾ അത് പഴുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാനൊരു 3 പഴം എടുത്ത് നമ്മുടെ കുറുക്കിലേക്ക് അരിഞ്ഞിട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ ആവായിരുന്നു, പക്ഷെ ഞാൻ കുറച്ച് മധുരം ഇട്ടിട്ടുള്ളൂ. പിന്നെ അമ്മയ്ക്ക് ഞാൻ അതിൽ നിന്ന് കുറുക്ക് കൊടുത്തു. പിന്നെ അതിനകത്ത് കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് ഞാൻ കഴിച്ചു കേട്ടോ. അപ്പോൾ നന്നായിട്ട് വയറ് നിറയുകയും ചെയ്തു. നമുക്ക് കപ്പലണ്ടിയൊക്കെ ഇട്ടുകൊണ്ട് നല്ലൊരു ഹെൽത്തിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കുറുക്കൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ കറി വെക്കാൻ വേണ്ടിയിട്ട് സോയാബീൻസ്, നമ്മുടെ സോയ ചങ്ക്സ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, സോയ ഇതുപോലെ വറുത്ത് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് തീയൽ നമ്മുടെ സവാളയും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് അമ്മ വറുത്തരച്ച് തീയൽ വെക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് വറുത്തിട്ട് സോയ നമ്മുടെ വറുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ തൈറോയ്ഡ് ഉള്ളവർക്ക് ഒരുപാട് കഴിച്ചുകൂടാന്നിങ്ങനെ പറയുന്നത് കേട്ടു. എങ്കിലും ഞാൻ കുറേശ്ശൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ അമ്മ ഉച്ചക്കത്തെ ജോലികളൊക്കെ ഒതുക്കിയതിന് ശേഷം കറിയൊക്കെ വെച്ച് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് പിന്നെ കുട്ടികൾ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് വേണ്ടിയിട്ട് അമ്മ ഇപ്പോഴേ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ അവിടെ അതിൽ നമ്മൾ ഇലയപ്പമാണ് ഉണ്ടാക്കുന്നത്. അതിലാണെങ്കിൽ ശർക്കരയും പഴവും പിന്നെ അതുപോലെ കപ്പലണ്ടി ഉള്ളതുകൊണ്ട് കപ്പലണ്ടിയും ഗോതമ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് പഴവും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് നമ്മൾ വട്ടയിലയിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ലച്ചു ഇങ്ങനെ ഭയങ്കര കാര്യം പറച്ചിലൊക്കെയാണ് കേട്ടോ. ഓരോന്ന് കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. എല്ലാം നമ്മൾ ചോദിക്കുന്നതിനൊക്കെ ഉത്തരമൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവൾക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫോണിൽ വീഡിയോ എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് ഞാൻ ഇനി കുറുക്കും എടുക്കണം. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല, ഇങ്ങനെ അവളെയും കളിപ്പിച്ച് ഫുഡും കഴിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം അമ്മ പിന്നെ ഇലയപ്പമൊക്കെ ഉണ്ടാക്കി. അത് ഇലയപ്പമൊക്കെ അവർ 3:30 ആവും മക്കൾ സ്കൂളിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് അമ്മ അത് ഉണ്ടാക്കി വെക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇലയപ്പത്തിൻ്റെ മാവൊക്കെ എല്ലാം അമ്മ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വട്ടയിലേക്ക് ഭയങ്കര ക്ഷാമമായതുകൊണ്ട് അമ്മ അത് മുറിച്ചിട്ടൊക്കെയാണ് കേട്ടോ എടുക്കുന്നത്.
അപ്പോൾ അങ്ങനെ വട്ടയിലയിൽ ഇങ്ങനെ എന്താ നന്നായിട്ട് അങ്ങ് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇളയവന് ഇതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ സ്നാക്സ് ഇങ്ങനെ വൈകുന്നേരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആണെങ്കിൽ അമ്മ അത് അധികമൊന്നുമില്ല, കുറച്ച് എല്ലാവർക്കും എന്താ 1-2 വെച്ചൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ, ഒരുപാടൊന്നും ഇല്ല. കുട്ടികൾ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ, അതുകൊണ്ട്. പിന്നെ ബ്രെഡ് ഇരിപ്പുണ്ട്. ഞാൻ ഇന്നലെയൊക്കെ ബ്രെഡ് നെയ്ക്കകത്ത് പൊരിച്ചാണ് കേട്ടോ കൊടുത്തത്. അതിൻ്റെ കൂടെ കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറിയും കൊടുക്കും. അപ്പോൾ നമ്മുടെ ഇലയപ്പമൊക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരെണ്ണം കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ട് അമ്മ തന്നെയാണ്. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്നറിയില്ല, കുറച്ച് ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കാം ഭയങ്കര ടേസ്റ്റായിരുന്നു. പഴമൊക്കെ അതിലിട്ടിട്ടുണ്ടല്ലോ, അതുപോലെ കപ്പലണ്ടിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. ചൂടോടുകൂടി തന്നെ ഞാൻ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ലച്ചുമ്മയ്ക്ക് ഞാനാണെങ്കിൽ നേരത്തെ റവയുടെ കുറുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോഴത്തേക്ക് പിന്നെ അല്ലാതെ ഞാൻ കുറച്ച് കുറുക്ക് അതുപോലെ ഞാനിങ്ങനെ അവരും ഇല്ലാത്ത സമയത്ത് അവർക്ക് എന്തെങ്കിലും കൂടെ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളപ്പോഴാണ് നമുക്ക് എന്താ സമയം തികയാണ്ടിരിക്കുന്നത്. അപ്പോൾ ലച്ചുവിന് ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കുകയാണ്. പിന്നെ അത് ഒരുപാടൊന്നും കഴിച്ചില്ല, നേരത്തെ കുറുക്ക് കഴിച്ചതുകൊണ്ട് തന്നെ അവൾ കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അവളെ പുറത്തൊക്കെ നിർത്തിയിട്ട് ഇതുപോലെ കിളികളെ അതൊക്കെ കാണിച്ച് ഫുഡ് കൊടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കഴിച്ചോളും. പിന്നെ അവളുടെ മൈൻഡ് മാറുന്ന അനുസരിച്ച് നമ്മൾ ഫുഡ് കൊടുക്കണമെങ്കിൽ അവൾ കഴിച്ചോളും കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്, അവരുടെ മൈൻഡ് മാറുമ്പോൾ നമ്മളിങ്ങനെ ഫുഡ് കൊടുത്താൽ അവർ നന്നായിട്ട് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ ഇവിടെ വന്ന സമയത്ത് ഇതുപോലെ ആയിരുന്നു. പിന്നെ നമുക്ക് സമയം കിട്ടാതൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ ഫോൺ കാണിച്ചൊക്കെ കൊടുക്കുക കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല മഴക്കോളും കാര്യങ്ങളും ചെറുതായിട്ട് മഴ ചാറുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഏകദേശം എല്ലാ അമ്മമാർക്കും അറിയാമായിരിക്കുമല്ലോ, കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണമെങ്കിൽ ഏകദേശം നമ്മൾ കുറേ നേരം മെനക്കെടണം. അരമണിക്കൂറുള്ളൊന്നും അല്ല കേട്ടോ, അതിൽ കൂടുതൽ നമ്മൾ അവരുടെ പുറകെ നടന്ന് ഫുഡ് കൊടുത്തെങ്കിൽ മാത്രമേ അവർ കഴിക്കുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു. പിന്നെ കുറേ ആയപ്പോഴത്തേക്ക് അവൾക്ക് വയറ് നിറഞ്ഞു, മതിയായി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാനവൾക്ക് എടുത്തത് മൊത്തം ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഒരു കാക്ക കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പുള്ളിക്കാരി. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഫുഡ് കഴിക്കണം കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഒരു 3:30 ആകുമ്പോഴത്തേക്ക് അവന്മാരെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകണം, എനിക്ക് ഫുഡ് കഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ വന്നാൽ പിന്നെ നമ്മുടെ അമ്മയാണ് എല്ലാം ചെയ്യുക. പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്, പാത്രം കഴുകുക, അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ ഫുൾ ടൈം ഇതുപോലെ ഉറക്കം, അല്ലെങ്കിൽ ഫുഡ് കഴിപ്പ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോഴത്തേക്കും ഞാൻ ചോറൊക്കെ ഉണ്ട് കേട്ടോ. ചോറൊക്കെ ഉണ്ടെന്ന് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് വന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ക്രീമൊക്കെ ഇട്ടു. പിന്നെ ഒരു പൊട്ടൊക്കെ തൊട്ടിട്ട് ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക്ക് മസ്റ്റാണല്ലോ എവിടെ പോയാലും. അപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഞാനിനി മക്കളെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മക്കളെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് ഫുഡും കൊടുത്ത് അവരെ കുളിപ്പിച്ചു. അവർക്ക് ഫുഡും കൊടുത്ത് അവർ ഫുഡ് കഴിക്കുകയാണ്. പിന്നെ ആ സമയത്ത് ഞാൻ കുറച്ച് ഹെയർ കെയറും സ്കിൻ കെയറും കൂടി ആവാമെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ ഒരു ഉരുളൻകിഴങ്ങ് എടുത്തിട്ട് അതിൻ്റെ നീരെടുക്കുകയാണ് കേട്ടോ. മിക്സിയിൽ അരച്ചിട്ട് അതിൻ്റെ നീരെടുത്ത് അതിൽ നിന്ന് കുറച്ച് ഞാനൊരു പാത്രത്തിൽ മാറ്റിയിട്ട് നമ്മുടെ തലയിൽ തേക്കാൻ വേണ്ടിയിട്ടും, പിന്നെ അതുപോലെ തന്നെ കുറച്ച് വേറൊരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ടോ. മുഖത്ത് തേക്കാൻ ഞാൻ അതിൽ കാപ്പിപ്പൊടിയും പിന്നെ കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് പഞ്ചസാരയും കൂടെ ഇടുന്നുണ്ട്. ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പാക്ക് പോലെ ആക്കിയിട്ടാണ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഒരുപാട് സമയം പോയിരുന്നു കേട്ടോ. ഏകദേശം ഒരു 5 മണി 5:30 ആയായിരുന്നു. പിന്നെ ഒരുപാട് നേരം നമുക്ക് തലയിൽ വെച്ചുകൊണ്ടിരിക്കാനും പറ്റില്ല, കാരണം തണുപ്പാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മുടി ഒരുപാട് പോകുന്നുണ്ട്, ഒരുപാട് ഹെയർ ലോസ് ഭയങ്കരമായിട്ട് എനിക്ക് കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും കൂടെ നമ്മൾ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ നമ്മളൊന്ന് മുടിയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. എനിക്കിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം എന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ തന്നെ ആയാലും മുടിയൊക്കെ കെട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഞാൻ മുടിയൊന്ന് ചെറുതായിട്ടെങ്കിലും കിളിപ്പിച്ചെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിലാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് ഇതുപോലെ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ നീര് തേച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ചു. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ.